ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷമീ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയായ ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഈ ഉണക്കമീൻ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കിയെടുക്കാം. ഇത് മാന്തൾ മീനില്ലേ, മാന്തൾ മീൻ, അത് ഉണക്കമീനാണ്. നമുക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് ചുവന്ന മുളകില്ലേ, ആ മുളക് എടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. അത് ഈ മീനിലോട്ട് ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ വറുത്തെടുക്കണം. എന്നിട്ട് നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് ആ ചട്ടിയിൽ തന്നെ കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലോട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ച ഈ മീനില്ലേ, മാന്തൾ ഉണക്കമീൻ, അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മീൻ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഇടാൻ വേണ്ടി ഒരു 4-5 പച്ചമുളക് നെടുക കീറിയിട്ടിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ശരിയാക്കി വെക്കാം മീൻ. അങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചും ഇളക്കി കൊടുക്കണം. എന്നെങ്കിൽ മീൻ എല്ലാ ഭാഗത്തും ഒന്ന് വറവായി വരികയുള്ളൂ. അങ്ങനെ നമുക്ക് തീയൊന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്തെടുത്ത മുളകില്ലേ, അത് ചൂടാറി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലൊരു കുന്താണിയിലിട്ട് ഒന്ന് ചതക്കിയെടുക്കാം. അങ്ങനെ നല്ലതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ചതക്കിയെടുക്കാൻ പറ്റും വറുത്തത് കൊണ്ട്. അങ്ങനെ എല്ലാം ചതക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണക്കമീൻ തിരിച്ചും മറിച്ചും ഇളക്കി കൊടുത്ത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാൻ നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ചതക്കി വെച്ച നമ്മുടെ മുളകില്ലേ, അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് പൊരിച്ചെടുക്കാം. മീൻ കണ്ടോ, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വറുത്തെടുക്കണം. നമ്മൾ ഈ മീനിട്ട് ഇളക്കി കൊടുത്ത് നമ്മളിത് കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ ഉണക്കമീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഗുഡ് ബൈ.